ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ 11. ഈ തലമുറയുടെ പാപം. അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അധരം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നുവെന്ന് പ്രഘോഷിക്കുകയും എന്നാൽ മനസ്സുകൊണ്ട് മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക സാധ്യമല്ല. ഒരു കൈകൊണ്ട് എന്നെ സ്തുതിക്കുകയും മറു കൈകൊണ്ട് എനിക്കെതിരെ പ്രവർത്തിക്കുകയും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇരു കൈകളും ഉയർത്തി എന്നെ സ്തുതിക്കണം. എൻ്റെ ജനമേ, നിങ്ങൾ എൻ്റെ അമ്മയെ നിങ്ങളുടെ ഹൃദയം കൊണ്ട്, ശക്തി കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് സ്നേഹിക്കണം. അതൊരിക്കലും അർത്ഥ മനസ്സോടെയാകരുത്. ഓരോരുത്തരുടെയും പ്രതികരണം ഒന്നുകിൽ സത്യത്തിൽ, അല്ലെങ്കിൽ മന്ദോഷ്ണതയിൽ, അതുമല്ലെങ്കിൽ നിഷേധ ചിന്തയിൽ ആയിരിക്കും. ക്ലേശമേറിയ കാലങ്ങൾ വരുന്നു. എന്നെ സ്നേഹിക്കാത്തവരും എന്നോട് ചേർന്ന് നിൽക്കാത്തവരും വിശുദ്ധ പാരമ്പര്യവും പ്രബോധനവും വിസ്മരിച്ച് ആധുനികതയെ ആശ്ലേഷിക്കുന്നവരുമായവർ വിശ്വാസികളെ പീഡിപ്പിക്കും. ചിലർ സത്യമേതെന്ന ആശയക്കുഴപ്പത്തിൽ കുരുങ്ങി മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ഇറങ്ങും. നിങ്ങളോട് തന്നെയും നിങ്ങളുടെ കുടുംബത്തിലും എന്നല്ല, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെയെല്ലാം സമാധാനത്തിൽ ആയിരിക്കുക. എന്തെന്നാൽ അശാന്തരായിരിക്കുക എന്നത് സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾക്ക് കൂടുതലായി വഴങ്ങിക്കൊടുക്കുവാൻ നിങ്ങളെ നിർബന്ധിതരാക്കും.